ഹായ് ഓൾ, എല്ലാവർക്കും സൈലം പേസിലോട്ട് സ്വാഗതം. തമ്മിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാവും ഇന്ന് എന്താ നമ്മൾ പറയാൻ പോകുന്നത് എന്നുള്ളത്. പ്രധാനപ്പെട്ട പദവികളിൽ ആരെല്ലാമാണെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ തൊട്ട് മുമ്പ് കഴിഞ്ഞ PSCയുടെ മുൻവർഷ ചോദ്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഒരുപാട് ചോദ്യങ്ങൾ ഈ ഒരു ഏരിയയിൽ നിന്ന് വരാറുണ്ടെന്ന്. അപ്പം ഈ അടുത്ത് കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഇപ്പോഴത്തെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്, അതുപോലെ തന്നെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്, 50ാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്, അതുപോലെ തന്നെ കേരള സ്പീക്കർ, നിയമസഭാ സ്പീക്കർ ആരാണ്, അതുപോലെ നമ്മുടെ ലോകസഭാ സ്പീക്കർ, ഇങ്ങനെയുള്ള ഏരിയകളിൽ നിന്നൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ചോദ്യം വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഒരിക്കലും സ്കിപ്പ് ചെയ്ത് പഠിക്കാൻ പറ്റാത്ത ഒരു ഏരിയ ആണ്. അതുപോലെ തന്നെ പല സ്ഥാപനങ്ങളുടെയും അല്ലെങ്കിൽ പല പദവികളിലും ആദ്യം ഇരുന്നവർ ആരാണെന്നുള്ള ചോദ്യവും വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഒരുവിധപ്പെട്ട് നമുക്ക് പഠിക്കേണ്ടതായിട്ടുള്ള പദവികളിൽ നിലവിലിരിക്കുന്നവരാരാണെന്നും അതുപോലെ തന്നെ ആ സ്ഥാനത്ത് ആദ്യമായിട്ട് ഇരുന്നവരാരാണെന്നും നമ്മൾ വളരെ കൃത്യമായിട്ട് ഇന്ന് പഠിക്കാൻ പോവാണ്. അപ്പം ഒരു മാർക്കോ അതിൽ കൂടുതലോ കിട്ടുന്ന ഒരു ഏരിയ ആണ്. അപ്പൊ നമുക്ക് പഠിച്ചാലോ, വളരെ കുറച്ച് സമയത്തിനുള്ളിൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് തന്നെ ഇത് പഠിക്കാം. ഓക്കെ, നോക്കിക്കേ. ആദ്യം നമ്മൾ ഏറ്റവും തന്ത്രപ്രധാനമായിട്ടുള്ള പൊസിഷനുകളിൽ ആരാണ് ഇരിക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ രാഷ്ട്രപതി എനിക്കറിയുന്ന, പ്രധാനമന്ത്രി എനിക്കറിയുന്ന എന്നൊക്കെ എല്ലാവരും വിചാരിക്കും. പക്ഷെ നമുക്ക് എന്ത് ചെയ്യണം, ഇവരുടെ പേരുകൾ പൂർണ്ണമായിട്ടും പഠിക്കണം. അപ്പൊ മുൻപൊക്കെ ആണെങ്കിൽ ജസ്റ്റ് ഇനീഷ്യൽ മാത്രം പഠിച്ചാൽ മതിയായിരുന്നു. ഇന്നിപ്പോ PSC എങ്ങനെയാ ചോദിക്കുന്നത്, കോമ്പറ്റീഷൻ കൂടിയില്ലേ, അപ്പം എത്രത്തോളം പേരെ കട്ട് ചെയ്യണമെന്നാണ് PSC നോക്കുന്നത്. അപ്പൊ പലരും എന്ത് ചെയ്യും, അപ്പൊ AJ ദേശായി നമ്മുടെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആണ് അല്ലെ, പക്ഷെ ആശിഷ് ജിതേന്ദ്ര ദേശായി എന്നാണ് പൂർണ്ണനാമം. ഇപ്പൊ കഴിഞ്ഞ എക്സാമിലൊക്കെ ഈ പൂർണ്ണനാമാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് എല്ലാവരുടെയും എന്ത് ചെയ്യാം, എല്ലാവരുടെയും അങ്ങനെ നമുക്ക് പഠിക്കണമെന്നില്ല, പക്ഷെ ചിലരുടെയെങ്കിലും നമുക്ക് എന്ത് ചെയ്യണം, ഇത്തരത്തിൽ പൂർണ്ണമായിട്ട് തന്നെ അവരുടെ പേരുകൾ പഠിക്കണം. നോക്കാം. ആദ്യം നമ്മുടെ രാഷ്ട്ര തലവനായിട്ടുള്ള രാഷ്ട്രപതി ആരാണ്? ഇത് പഠിപ്പിക്കാനാണോ വന്നത്? നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ? അറിയാം, ദ്രൗപദി മുർമു ആണ്. നമ്മുടെ രാഷ്ട്രപതി ആരാണ്? ദ്രൗപദി മുർമു ആണ്. ഇനിയോ ആദ്യത്തെ രാഷ്ട്രപതി ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. അപ്പൊ നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ സ്ഥിരം അധ്യക്ഷൻ എന്ന് ചോദിച്ചാലും ഒക്കെയും ആര് തന്നെയാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് തന്നെയാണ്. അതേ രാജേന്ദ്ര പ്രസാദ് തന്നെയാണ് നമ്മുടെ രാഷ്ട്രപതിയും. അപ്പൊ നിലവിലെ രാഷ്ട്രപതി ദ്രൗപദി മുർമു ആണ്. ആദ്യം ആരാണ്? ആദ്യം നമ്മുടെ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. ഇനിയോ തൊട്ടടുത്ത് വരുന്ന ആളാരാ? ഉപരാഷ്ട്രപതി അല്ലെ. ആരാ ഉപരാഷ്ട്രപതി? ജഗ്ദീപ് ധൻഖർ ആണ്. ആരാണ്? ജഗ്ദീപ് ധൻഖർ ആണ്. അപ്പൊ രാജ്യസഭയുടെ ചെയർമാൻ ആരാണെന്ന് ചോദിച്ചാലും ആരാണ്? അത് ജഗ്ദീപ് ധൻഖർ ആണ്. കാരണം എന്താണ്? രാജ്യസഭയുടെ എക്സ് ഒഫീഷ്യോ ചെയർമാൻ എന്ന് പറയുന്നത് ആരാണ്? ഉപരാഷ്ട്രപതിയാണ്. അപ്പൊ നമ്മുടെ ഉപരാഷ്ട്രപതി ആരാണ്? ജഗദീപ് ധൻഖർ ആണ്. ഇനി ആദ്യം ആരായിരുന്നു? അത് ഡോക്ടർ S രാധാകൃഷ്ണനാണ്. ആദ്യമാരായിരുന്നു? ഡോക്ടർ S രാധാകൃഷ്ണനാണ്. ഇനി നമ്മുടെ പ്രധാനമന്ത്രി ആരാ? നരേന്ദ്ര ദാമോദർ ദാസ് മോദിയാണ്. ആരാണ്? നമ്മൾ നരേന്ദ്രമോദി നമ്മൾ പറയൂലേ, പക്ഷെ പൂർണ്ണമായിട്ടുള്ള പേരെന്താണ്? നരേന്ദ്ര ദാമോദർ ദാസ് മോദിയാണ്. ഇനിയോ നമ്മുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ആരാ? നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ, അത് ജവഹർലാൽ നെഹ്റു ആണ്. ജവഹർലാൽ നെഹ്റു. ഇതൊന്നും ഇങ്ങനെ വീണ്ടും റിപ്പീറ്റ് ചെയ്യേണ്ട പറയേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് അറിയുന്നതാണ്. ഇനി നമ്മുടെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്, നമ്മുടെ പരമോന്നത കോടതി എന്ന് പറയുന്നത് ഏതാണ്? സുപ്രീം കോടതിയാണ് അല്ലെ. നമുക്കൊരു സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥയാണുള്ളത്, നമുക്കറിയാം അല്ലെ. അപ്പം നമ്മുടെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? അത് ആരാണ്? ധനഞ്ജയ യശ്വന്ത് ചന്ദ്രചൂഡാണ് അല്ലെ. നമ്മുടെ DY ചന്ദ്രചൂഡ് എന്ന് പറയും, പക്ഷെ കഴിഞ്ഞ എക്സാമുകളിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ് പൂർണ്ണമായിട്ടുള്ള പേരാണ് അവിടെ ചോദിച്ചിട്ടുള്ളത്. പലരും കൺഫ്യൂഷൻ ആയി പോയിട്ടുള്ളതാണ്. അപ്പൊ ഇനി തൊട്ട് പഠിക്കുമ്പോൾ എന്ത് ചെയ്യുക, ഇങ്ങനെ തന്നെ പഠിക്കുക, ധനഞ്ജയ യശ്വന്ത് ചന്ദ്രചൂഡ്. പണ്ടൊക്കെ ആയിരുന്നു അല്ലെ, നമുക്ക് എന്ത് ചെയ്താൽ മതിയായിരുന്നു, പേരിന്റെ അറ്റത്തൊരു സാധനം മാത്രം പഠിച്ചു വെച്ച് അങ്ങ് പോയാൽ മതിയായിരുന്നു. PSC നമുക്ക് ആൻസർ ഓപ്ഷൻ എടുത്താൽ മതിയായിരുന്നു. പക്ഷെ PSCക്ക് ഇപ്പൊ അതൊന്നും വേണ്ട. ഏറ്റവും നന്നായിട്ട് വ്യക്തമായിട്ട് കാര്യങ്ങൾ അറിയുന്ന ആൾക്കാരെ മാത്രം PSCക്ക് മതി അല്ലെ. അപ്പൊ നമ്മുടെ ഉത്തരവാദിത്തമാണ് എന്തെന്ന് പറയുന്നത്, പഠിക്കുന്ന കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് പഠിക്കുക എന്നുള്ളത്. അപ്പൊ ധനഞ്ജയ DY ചന്ദ്രചൂഡ് എന്ന് മാത്രം പഠിച്ചാൽ പോരാ, ധനഞ്ജയ യശ്വന്ത് ചന്ദ്രചൂഡാണ്
സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് എന്ന് പറയുന്നത്. ഇദ്ദേഹം എത്രാമത്തെയാണ്? 50-ാമത്തെയാണ്. അതും 50-ാമത്തെയാണ്. എപ്പോഴും നമുക്കൊരു 50-നും 25-നും 10-നൊക്കെ ഓരോ പ്രത്യേകതയാ അല്ലെ. അതുപോലെ 50-ാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ് ആരെന്ന് പറയുന്നത്? ധനഞ്ജയ യശ്വന്ത് ചന്ദ്രചൂഡ്. ഇനി ആദ്യത്തേത് ആരാ? അത് HJ കനിയാണ്. നമ്മുടെ ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് ആരാണ്? സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ് ആരാ? HJ കനിയ. അപ്പൊ രാഷ്ട്രപതി നിലവിൽ ദ്രൗപദി മുർമു. ആദ്യമാരാ? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. പിന്നെ നമ്മൾ എന്താ പഠിച്ചത്? ഉപരാഷ്ട്രപതി നിലവിലാരാ? ജഗദീപ് ധൻഖർ ആണ്. ആദ്യമാരായിരുന്നു? ഡോക്ടർ S രാധാകൃഷ്ണൻ. പിന്നെ നമ്മൾ പറഞ്ഞു പ്രധാനമന്ത്രി ആരാണ്? നരേന്ദ്ര ദാമോദർ ദാസ് മോദിയാണ്. പിന്നെയോ ആദ്യത്തത് ജവഹർലാൽ നെഹ്റു. സുപ്രീം കോടതി ജസ്റ്റിസ് നിലവിൽ ആരാ? DY ചന്ദ്രചൂഡ് അല്ലെങ്കിൽ ധനഞ്ജയ യശ്വന്ത് ചന്ദ്രചൂഡ് 50-ാമത്തെയാണ്. ആദ്യമാരായിരുന്നു HJ കനിയ. ഇനി നമ്മുടെ മുഖ്യമന്ത്രി സംസ്ഥാനത്തിലോട്ട് വരാം അല്ലെ. നമ്മുടെ മുഖ്യമന്ത്രി ആരാ? അത് പിണറായി വിജയൻ. ഒരു ഡൗട്ടും ഇല്ല അല്ലെ. ആദ്യമാരായിരുന്നു EMS നമ്പൂതിരിപ്പാടാണ്. ആദ്യമാരായിരുന്നു EMS നമ്പൂതിരിപ്പാട്. ഇനി നമ്മുടെ ഗവർണർ ആരാ? ഇപ്പൊ നമുക്കറിയാം, നമ്മുടെ കേന്ദ്രത്തിൽ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഭരണത്തിന്റെ കാര്യനിർവഹണ വിഭാഗത്തിന്റെ തലവൻ എന്ന് പറയുന്നത് ആരാ? കേന്ദ്ര കാര്യനിർവഹണ വിഭാഗത്തിന്റെ തലവൻ അത് പ്രസിഡന്റ് ആണ്. അപ്പൊ നമ്മൾ സംസ്ഥാനത്തോട്ട് വരുമ്പം സംസ്ഥാന കാര്യനിർവഹണ വിഭാഗത്തിന്റെ തലവൻ ആരായിരിക്കും? അത് ഗവർണർ ആണ്. അപ്പൊ ഗവർണർ ആരാ? നിലവിൽ സ്ഥിരമായിട്ട് ഇപ്പം നമുക്കറിയാം ന്യൂസുകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ് ആരെന്ന് പറയുന്നത്? ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ജന്മസ്ഥലം വരെ ചോദ്യം PSC ചോദിച്ചിട്ടുണ്ട്. ജന്മസ്ഥലം നിങ്ങൾക്ക് അറിയാമെങ്കിൽ എന്ത് ചെയ്യാം? കമന്റിൽ പറയാം. അപ്പൊ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ആണ് നിലവിൽ. അപ്പൊ നമ്മുടെ ആദ്യത്തെ ഗവർണർ ആരായിരുന്നു? അത് BR റാവു ആയിരുന്നു. ആദ്യത്തെ ഗവർണർ ആരാണ്? BR റാവു ആയിരുന്നു. ഇനിയോ നമ്മുടെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാ? അദ്ദേഹത്തെ മുഴുവൻ പേരാണ് ചോദിച്ചത്. നമ്മൾ AJ ദേശായി എന്ന് എന്ത് പറയും? ചുരുക്കി പറയും. പക്ഷെ പൂർണ്ണനാമം എന്താ? ആശിഷ് ജിതേന്ദ്ര ദേശായി എന്നാ. എന്താ? ആശിഷ് ജിതേന്ദ്ര ദേശായി ആണ്. ആദ്യമാരായിരുന്നു? അത് KT കോശിയാണ്. ആദ്യമാരായിരുന്നു? അത് KT കോശിയാണ്. മുഖ്യമന്ത്രി ആരാ? പിണറായി വിജയൻ അല്ലെ നിലവില്. പിന്നെയോ ഗവർണർ ആരാ? ആരിഫ് മുഹമ്മദ് ഖാൻ. പിന്നെ നമ്മൾ ആരാ പഠിച്ചത്? ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആണ് ആശിഷ് ജിതേന്ദ്ര ദേശായി. AJ ദേശായി ആണ്. ഇനി നമ്മുടെ ആദ്യത്തെ മുഖ്യമന്ത്രി ആരാ? അത് EMS നമ്പൂതിരിപ്പാട് അല്ലെ. ഇനി ആദ്യത്തെ ഗവർണർ ആരാ? അത് BR റാവു. ദെൻ ആദ്യത്തെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് KT കോശി. ഇനി നമുക്ക് പാർലമെന്റിലോട്ട് വരാം. എന്തൊക്കെ ചേർന്നതാണ് പാർലമെന്റ് എന്ന് പറയുന്നത്? സ്വാഭാവികമായിട്ടും നമ്മൾ ആദ്യം ചിന്തിക്കുക, ഇത് പഠിക്കാത്ത ഒരാളാണെങ്കിൽ പാർലമെന്റ് എന്ന് ആലോചിക്കുമ്പോൾ ലോകസഭയും രാജ്യസഭയും ചേർന്നാണല്ലോ പാർലമെന്റ്. അല്ല, അതിന്റെ കൂടെ ഒരാളും കൂടെ വരണം. ആരാണത്? രാഷ്ട്രപതിയാണ്. രാഷ്ട്രപതിയും ലോകസഭയും രാജ്യസഭയും ചേർന്നതാണ് എന്തെന്ന് പറയുന്നത്? ഇന്ത്യൻ പാർലമെന്റ് എന്ന് പറയുന്നത്. അപ്പൊ രാഷ്ട്രപതി ആരാന്നൊക്കെ നമ്മൾ അറിയുന്ന കാര്യമാണ്, നമ്മൾ പഠിച്ചു കഴിഞ്ഞതാ. ഇനി ലോകസഭയുടെ സ്പീക്കർ ആരാണ്? അത് ഓം ബിർളയാണ് അല്ലെ. ഈ ലോകസഭ സമ്മേളിക്കുമ്പോൾ ആരെങ്കിലും ഒക്കെ ഒന്ന് നിയന്ത്രിക്കാൻ വേണമല്ലോ അല്ലെ, അധ്യക്ഷം വഹിക്കണം അല്ലെ. അത് ലോകസഭയിൽ ആരാണ്? അത് ലോകസഭാ സ്പീക്കർ ആണ്. നിലവിലെ ലോക്സഭാ സ്പീക്കർ ഒക്കെ ചോദിച്ചിട്ടുള്ളതാണ് ആരാണ്? ഓം ബിർളയാണ്. ആരാണ്? ഓം ബിർളയാണ്. എന്നാൽ ആദ്യം ആരായിരുന്നു? ഗണേഷ് വാസുദേവ് മാവ്ലങ്കാർ. ഇങ്ങനെ കേൾക്കുമ്പോൾ നമുക്ക് അറിയാത്ത ഒരാളായിട്ട് തോന്നും. ശരിക്കും നമുക്ക് ചുരുക്കി പറഞ്ഞാൽ അതാരാ? അത് GV മാവ്ലങ്കാർ ആണ് അല്ലെ. GV മാവ്ലങ്കാർ നമ്മൾ ഭരണഘടനാ നിർമ്മാണ സമിതിയൊക്കെ പഠിച്ച സമയത്ത് നമ്മൾ പഠിക്കുന്നതാണ് അല്ലെ. ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ സ്പീക്കർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിക്കുന്നതാണ് ആരാ? GV മാവ്ലങ്കാർ. ശരിക്കും എങ്ങനെയാണ് അദ്ദേഹം സ്പീക്കർ ആവുന്നത്? നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സമിതിയാണ് സ്വാതന്ത്ര്യത്തിന് ശേഷം എന്തായിട്ട് മാറുന്നത്? നിയമനിർമ്മാണ സമിതി കൂടിയായിട്ട് മാറുന്നത്. അങ്ങനെയാണ് GV മാവ്ലങ്കാർ എന്ത് സ്പീക്കർ ആവുന്നത്. നമ്മൾ ഇതൊക്കെ ക്ലാസ്സിൽ പറഞ്ഞതാണ്. അപ്പൊ നമുക്ക് അതിലോട്ടൊന്നും പോകണ്ട. നമ്മളിപ്പോ പദവികൾ എന്നുള്ള ഒരു ടോപ്പിക്കിൽ മാത്രം നമുക്ക് എന്ത് ചെയ്യാം? ഒതുങ്ങി നിൽക്കാം. ഓക്കെ. അപ്പൊ നിലവിലെ ലോകസഭാ സ്പീക്കർ ആരാണ്? ഓം ബിർളയാണ്. ഓം ബിർള. ആദ്യം ആരായിരുന്നു? GV മാവ്ലങ്കാർ അല്ലെങ്കിൽ ഗണേഷ് വാസുദേവ് മാവ്ലങ്കാർ ആണ്. ഇനിയോ ലോകസഭ ഡെപ്യൂട്ടി സ്പീക്കർ അല്ലെ. സ്പീക്കർ ഇല്ലെങ്കിൽ എങ്ങാനും സ്പീക്കറുടെ അഭാവത്തിൽ ആരാണ് ലോകസഭാ സമ്മേളനങ്ങൾ അധ്യക്ഷത വഹിക്കുന്നത്? ആരാ? അത് നമ്മുടെ ലോകസഭ ഡെപ്യൂട്ടി സ്പീക്കറാ. അപ്പൊ ലോകസഭ ഡെപ്യൂട്ടി സ്പീക്കർ നിലവിൽ എന്താണ്? വേക്കന്റ് ആണ്, അപ്പോസിഷൻ എന്ന് പറയുന്നത്. ഇനിയോ ആദ്യത്തത് PSC ചോദിച്ചിട്ടുണ്ട്. അനന്തശയനം അയ്യങ്കാരാണ്. ആരാണ്?
അനന്തശയനം അയ്യങ്കാറാണ് ആദ്യത്തെ ലോകസഭാ സ്പീക്കർ, ലോകസഭ ഡെപ്യൂട്ടി സ്പീക്കർ. ഓക്കെ, ഇത് അങ്ങോട്ടും ഇങ്ങോട്ട് തിരിഞ്ഞു പോകുന്ന ഒരു സാധനം, ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിക്കഴിഞ്ഞാല് കഥ മാറി, കാര്യം മാറി, കളി മാറി അല്ലെ? അങ്ങനെയാണ്. അപ്പം ലോകസഭ ഡെപ്യൂട്ടി സ്പീക്കർ ആരാണ്? ആദ്യത്തേതാട്ടോ പറയുന്നത് അനന്തശയനം അയ്യങ്കാറാണ്. നിലവിൽ നമുക്ക് പഠിക്കാനില്ല, പോസ്റ്റ് വേക്കന്റ് ആണ്. അപ്പൊ നമ്മൾ കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത് എപ്പോഴും അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കണം. ഇപ്പൊ ഈ ക്ലാസ് എല്ലാം കണ്ടു പഠിച്ചു പോയി, നാളെ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ മാറില്ലേ? അതാണ് ഇതിന്റെ അവസ്ഥ എന്ന് പറയുന്നത്. ചിലപ്പോൾ ആരെങ്കിലും പോയി രാജിവെക്കാം അല്ലെ? ആർക്ക് വേണമെങ്കിലും രാജിവെക്കാൻ തോന്നിക്കൂടെ? അപ്പൊ നമ്മളെ കാര്യം ഇതൊക്കെ പോസ്റ്റ് ഒക്കെ മാറും. അപ്പൊ എന്ത് ചെയ്യണം? ഇത് എപ്പോഴും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ഈ ഒരു ടേബിൾ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് എന്നും ഉപയോഗിക്കാവുന്ന സാധനമാണ്, റിവിഷൻ ഒക്കെ. പക്ഷെ എന്ത് ചെയ്യുക? അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ദെൻ ലോകസഭയിൽ ഒരു പ്രതിപക്ഷ നേതാവ് ഉണ്ടല്ലോ, അതാരാണ് നിലവിൽ? അധീർ രഞ്ജൻ ചൗധരിയാണ്. പക്ഷെ അദ്ദേഹം ഒഫീഷ്യൽ അല്ല. കാരണം കൃത്യമായിട്ട് ഒരു ശതമാനം സീറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ മാത്രമേ ആ ഒരു കക്ഷിയുടെ നേതാവിനെ മാത്രമേ പ്രതിപക്ഷ നേതാവായിട്ട് കണക്കാക്കുള്ളൂ. അപ്പൊ അദ്ദേഹം എന്തല്ല? ഒഫീഷ്യൽ അല്ല എന്നുള്ളൊരു കാര്യം മനസ്സിൽ വെക്കുക. നിലവിൽ ലോക്സഭാ പ്രതിപക്ഷ നേതാവുണ്ട്, അതാരാ? അധീർ രഞ്ജൻ ചൗധരിയാണ്. പക്ഷെ അദ്ദേഹം എന്തല്ല? ഒഫീഷ്യൽ അല്ല എന്നുള്ളത് കൂടെ മനസ്സിൽ വെക്കുക. ഇനിയോ ലോകസഭയുടെ ആദ്യത്തെ പ്രതിപക്ഷ നേതാവ് ചോദിച്ചു കഴിഞ്ഞാൽ AK ഗോപാലനാണ്. പക്ഷെ ഇദ്ദേഹം എന്തായിരുന്നില്ല? ഈ പറഞ്ഞ ഒഫീഷ്യൽ അല്ലായിരുന്നു, നോട്ട് ഒഫീഷ്യൽ. ഒഫീഷ്യൽ ആയിട്ടുള്ള പ്രതിപക്ഷ നേതാവായിരുന്നില്ല. ആദ്യത്തെ നമ്മുടെ ലോകസഭയുടെ ഒഫീഷ്യൽ ആയിട്ടുള്ള ഒപ്പോസിഷൻ ലീഡർ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാരാ? റാം സുഭഗ് സിംഗ് ആണ്. അതുകൊണ്ടാണ് ഇവിടെ ഒഫീഷ്യൽ എന്ന് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. റാം സുഭഗ് സിംഗ് ആണ്. ഇതിനിങ്ങനെ ഒരു ഒഫീഷ്യൽ നോട്ട് ഒഫീഷ്യൽ എന്നുള്ളൊരു സാധനം ഉള്ളത് കൊണ്ട് തന്നെ അങ്ങനെ ചോദിക്കാറില്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണ്ട? അത് വലിയ കെയർ ചെയ്യണ്ട. അപ്പം ഇപ്പൊ ആരാണ് ലോക്സഭാ പ്രതിപക്ഷ നേതാവ്? ഒഫീഷ്യൽ അല്ല, ഔദ്യോഗികമല്ല. പക്ഷെ ആരാണ്? അധീർ രഞ്ജൻ ചൗധരിയാണ്. ഇനി ലോകസഭ സെക്രട്ടറി ജനറൽ എന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഉണ്ട്. രാജ്യസഭയിലും ഇതേ ഒരു പോസ്റ്റ് ഉണ്ട്. അപ്പം ലോകസഭ സെക്രട്ടറി ജനറൽ നിലവിൽ ആരാണ്? ഉത്പൽ കുമാർ സിംഗ് ആണ്. ആരാണ്? ഉത്പൽ കുമാർ സിംഗ് ആണ് നിലവിലെ ലോകസഭ സെക്രട്ടറി ജനറൽ. ഇനി ആദ്യം ആരായിരുന്നു? അത് MN കൗൾ ആയിരുന്നു. ആദ്യത്തെ ലോകസഭ സെക്രട്ടറി ജനറൽ ആരായിരുന്നു? MN കൗൾ. നിലവിലാരാ? ഉത്പൽ കുമാർ സിംഗ് ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു ലോക്സഭാ സ്പീക്കർ നിലവിലാരാ? ഓം ബിർളയാണ്. ആദ്യത്തേതാരാ? GV മാവ്ലങ്കാര. ഇനി ലോക്സഭ ഡെപ്യൂട്ടി സ്പീക്കർ നിലവിൽ ഉണ്ടോ? ഇല്ല, വേക്കൻഡാ. ചിലപ്പോൾ ആള് വരാം അല്ലെ? ഓക്കെ, പിന്നെയോ ആദ്യത്തേത് ആരാണ്? അത് നമ്മുടെ അനന്തശയനം അയ്യങ്കാറാണ്. PSC ചോദിച്ചിട്ടുണ്ട്, PYQ ആണ്. ദെൻ ലോകസഭാ പ്രതിപക്ഷ നേതാവ് ഔദ്യോഗികമാണോ? അല്ല. പക്ഷെ ആരാ? അധീർ രഞ്ജൻ ചൗധരിയാണ്. ഇനി ലോക്സഭാ സെക്രട്ടറി ജനറൽ നിലവിലാരാ? ഉത്പൽ കുമാർ സിംഗ് ആണ്. ഉത്പൽ കുമാർ സിംഗ് ആണ്. ആദ്യം ആരായിരുന്നു? അത് MN കൗൾ ആണ്. ആദ്യത്തെ ലോക്സഭാ സെക്രട്ടറി ജനറൽ MN കൗൾ ആണ്. ഇനി രാജ്യസഭ, ലോകസഭ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തൊട്ടടുത്ത ആളാരാ? രാജ്യസഭയാണ് അല്ലെ? രാജ്യസഭ ചെയർമാൻ ആരാ? നമുക്കറിയാം, ഉപരാഷ്ട്രപതിയാണ്. ആരെന്ന് പറയുന്നത്? നമ്മുടെ രാജ്യസഭയുടെ ചെയർമാൻ എന്ന് പറയുന്നത്. ലോകസഭയിൽ സ്പീക്കറും ഡെപ്യൂട്ടി സ്പീക്കറും ആണെങ്കിൽ രാജ്യസഭയിൽ ചെയർമാനും ഡെപ്യൂട്ടി ചെയർമാനും ആണ് ഉള്ളത്. അപ്പൊ നമുക്കറിയാം രാജ്യസഭയുടെ ചെയർമാൻ ഓഫ് കോഴ്സ് ആരായിരിക്കും? നമ്മുടെ ഉപരാഷ്ട്രപതി ആയിരിക്കും. അപ്പൊ ജഗദീപ് ധൻകർ ആണ്. അപ്പൊ സ്വാഭാവികമായിട്ടും രാജ്യസഭയുടെ ആദ്യത്തെ ചെയർമാൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? ആദ്യത്തെ ഉപരാഷ്ട്രപതി ആയിരിക്കും അല്ലെ? അതാരാ? ഡോക്ടർ S രാധാകൃഷ്ണൻ ആണ്. ഓക്കെ, ഇനി രാജ്യസഭ ഡെപ്യൂട്ടി ചെയർമാൻ അത് നിലവിലാരാ? ഹരിവംശ് നാരായൺ സിംഗ് ആണ്. ആരാണ്? ഹരിവംശ് നാരായൺ സിംഗ് ആണ്. ആദ്യത്തെ രാജ്യസഭ ഡെപ്യൂട്ടി ചെയർമാൻ ആരാ? SV കൃഷ്ണമൂർത്തി റാവു ആണ്. SV കൃഷ്ണമൂർത്തി റാവു. ഇനി രാജ്യസഭ പ്രതിപക്ഷ നേതാവ് നോക്കിക്കേ. രാജ്യസഭ പ്രതിപക്ഷ നേതാവ് നിലവിലാരാ? മല്ലികാർജുൻ ഖാർഗെയാണ്. മല്ലികാർജുൻ ഖാർഗെയാണ്. ആദ്യത്തത് ശ്യാം നന്ദൻ പ്രസാദ് മിശ്രയാണ്. ഇതത്ര ഇമ്പോർട്ടന്റ് ഒന്നല്ല, ശ്യാം നന്ദൻ പ്രസാദ് മിശ്ര. ഇനിയോ രാജ്യസഭ സെക്രട്ടറി ജനറൽ PC മോദി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അദ്ദേഹത്തിന്റെ മുഴുവൻ പേരെന്താണ്? പ്രമോദ് ചന്ദ്ര മോദിയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? PC മോദി എന്ന് പറയുന്നത്. മോദിക്കൊരു HI. ഓക്കെ, PC മോദി. അപ്പം രാജ്യസഭ ചെയർമാൻ ആരാ? ഉപരാഷ്ട്രപതിയാ. അതാരാ? ജഗദീപ് ധൻകർ. അപ്പൊ ആദ്യത്തെ രാജ്യസഭയുടെ ചെയർമാൻ എന്ന് പറയുന്നത് ആരാ? അത് ഡോക്ടർ S രാധാകൃഷ്ണനാണ്. ഇനി രാജ്യസഭയുടെ ഡെപ്യൂട്ടി ചെയർമാൻ നിലവിലാരാ? ഹരിവംശ് നാരായൺ സിംഗ്. ആദ്യം ആരാ? SV കൃഷ്ണമൂർത്തി റാവു.
ഓക്കെ. ഇനി രാജ്യസഭയ്ക്ക് ഒരു പ്രതിപക്ഷ നേതാവുണ്ടോ? ഉണ്ട്. അത് നിലവിലാരാ? മല്ലികാർജുൻ ഖാർഗെയാണ്. ആദ്യം ആരാ? ശ്യാം നന്ദൻ പ്രസാദ് മിശ്രയാണ്. ഇനി രാജ്യസഭ സെക്രട്ടറി ജനറൽ അല്ലെ ആരാ? PC മോദി. എന്താ മുഴുവൻ? പ്രമോദ് ചന്ദ്ര മോദി. നമ്മളെ പ്രമോദ് സാറിന് ഓർത്താൽ മതി അല്ലെ, പ്രമോദ് ചന്ദ്ര, കറണ്ട് അഫയേഴ്സ് പറയുന്നത് അല്ലെ. അപ്പൊ പ്രമോദ് ചന്ദ്ര മോദിയാണ്. ദെൻ SN മുഖർജിയാണ് രാജ്യസഭയുടെ ആദ്യത്തെ സെക്രട്ടറി ജനറൽ. പഠിച്ചു എന്ന് വിചാരിക്കുന്നു. ഇതൊക്കെ എന്ന് പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോകുന്ന സാധനമാണ്. ഒരൊറ്റ തവണ ക്ലാസ് കേൾക്കുമ്പോഴത്തേക്കും അങ്ങോട്ട് കയറുന്ന സാധനമല്ല. വീണ്ടും വീണ്ടും റിവിഷൻ ചെയ്ത് മനസ്സിൽ ഉറപ്പിക്കേണ്ട സാധനമാണ്. അതോടൊപ്പം കൃത്യമായിട്ട് കറണ്ട് അഫയേഴ്സ് ഫോളോ ചെയ്തിട്ട് അപ്ഡേറ്റ് ചെയ്യുകയും കൂടെ വേണം. ഇനി നമുക്ക് സംസ്ഥാന നിയമനിർമ്മാണ സഭയിലോട്ട് വരാം. നമ്മൾ ലോകസഭയും രാജ്യസഭയും പറഞ്ഞു കഴിഞ്ഞാൽ ഇനി സംസ്ഥാനത്തോട്ട് വരികയാണെങ്കിൽ ഇവിടുത്തെ നിയമസഭാ സ്പീക്കർ ആരാണ്? ഈ അടുത്ത് കഴിഞ്ഞ എക്സാമുകളിലൊക്കെ പലതവണ ചോദിച്ചിട്ടുള്ളതാണ് അല്ലെ. ആരാ നിയമസഭാ സ്പീക്കർ? AN ഷംസീർ ആണ്. ആരാണ്? AN ഷംസീർ ആണ്. ആരാണ്? AN ഷംസീർ ആണ്. പിന്നെയോ ആദ്യത്തത് ശങ്കരനാരായണ തമ്പിയാണ്. ഏറ്റവും ഇമ്പോർട്ടന്റ് നിലവിലുള്ളത് തന്നെയാണ്. അപ്പൊ ഒരു അത്യാവശ്യം കിട്ടിയതിന്റെ എല്ലാത്തിന്റെയും എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മൾ സാധാരണ PSC ചോദിക്കുന്നതിന്റെ ഒക്കെയാണ് ആദ്യം കൊടുത്തിട്ടുള്ളത്. പിന്നെ എല്ലാത്തിന്റെയും ഇമ്പോർട്ടന്റ് ആണോ എന്ന് ചോദിച്ചാൽ ഇമ്പോർട്ടന്റ് അല്ല. എല്ലാത്തിന്റെ ഒന്നും ആദ്യം അങ്ങനെ ചോദിക്കാറില്ല. ഓക്കെ. അപ്പൊ നിലവിൽ ആരാ നിയമസഭാ സ്പീക്കർ? അത് AN ഷംസീർ ആണ്. ശങ്കരനാരായണ തമ്പിയായിരുന്നു ആദ്യമായിരുന്നത്. ഇനി നിയമസഭ ഡെപ്യൂട്ടി സ്പീക്കർ നിലവിൽ ആരാ? ചിറ്റയം ഗോപകുമാർ. ആരാ? ചിറ്റയം ഗോപകുമാറാണ് നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കർ. നിയമസഭാ സ്പീക്കർ ആരാ? പറഞ്ഞോ. ആരാ? AN ഷംസീർ ആണ്. നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കർ ആരാ? ചിറ്റയം ഗോപകുമാറാണ്. ആദ്യത്തെ ആയിഷ ബായി ആണ്. ഓക്കെ, ആയിഷ ബായി എന്ന് നമുക്ക് പറയാം. ഇനി സംസ്ഥാന നിയമനിർമ്മാണ സഭയിലെ നമ്മുടെ കേരള സംസ്ഥാന നിയമനിർമ്മാണ സഭയിലെ നിലവിലെ പ്രതിപക്ഷ നേതാവിനെ നമുക്കറിയാം അല്ലെ. VD സതീശനാണ്. ആദ്യത്തത് PT ചാക്കോയാണ്. നിലവിൽ ആരാണ്? VD സതീശനാണ്. ആദ്യത്തെ ആരാണ്? PT ചാക്കോയാണ്. അപ്പൊ നിയമസഭാ സ്പീക്കർ പറഞ്ഞേ AN ഷംസീർ, ഡെപ്യൂട്ടി സ്പീക്കർ പറഞ്ഞേ ചിറ്റയം ഗോപകുമാർ, പിന്നെ നമ്മൾ പ്രതിപക്ഷ നേതാവ് VD സതീശൻ. പഠിച്ചു കഴിഞ്ഞു. നമുക്ക് ഇനി അടുത്തതിലോട്ട് പോവാം. ഇനി കുറച്ചധികം ഇങ്ങനെ വരികയാണ്. ഭരണഘടനാ സ്ഥാപനങ്ങൾ നമുക്കറിയാം കുറച്ചധികം ഉണ്ട്. അപ്പൊ ഈ ഭരണഘടനാ സ്ഥാപനങ്ങളുടെ ആദ്യത്തേതും ഇപ്പോഴത്തേതും ഒരുപോലെ ഇമ്പോർട്ടന്റ് ആണ് നമുക്കറിയാം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? തുടങ്ങാം. കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷണർ നിലവിൽ ആരാ? രാജീവ് കുമാർ ആണ്. 25ാമത്തെ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആണ് ഇദ്ദേഹം എന്ന് പറയുന്നത്. നമുക്കറിയാം നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്നത് ഒരു ബഹു അംഗ സമിതിയാണ് അല്ലെ. 3 പേരുള്ള ഒരു സമിതിയാണ്. ഒരു ചീഫ് ഇലക്ഷൻ കമ്മീഷണറും 2 കമ്മീഷണർമാരുണ്ടാവും. ഇവരുടെ അധികാരവും പദവിയും എല്ലാ സാധനങ്ങളൊക്കെ എന്താണ്? തുല്യമാണ് അല്ലെ. പക്ഷെ അല്ലെങ്കിൽ ഇവർക്ക് ഇദ്ദേഹം നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആണെന്ന് വിചാരിച്ചിട്ട് ഇദ്ദേഹത്തിന്റെ അഭിപ്രായമാണ് എല്ലാം വലുത്, അങ്ങനെയൊന്നുമല്ല. ഇവരെന്താണ്? ഭൂരിപക്ഷ അഭിപ്രായമാണ്, മുന്നോട്ട് പോവുകയും ഒക്കെ ചെയ്യാം. ഓക്കെ. പക്ഷെ ഇവർ 3 ആളും കൂടുമ്പോൾ അധ്യക്ഷത വഹിക്കുക ആരായിരിക്കും? അത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആയിരിക്കും. അപ്പൊ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? അത് രാജീവ് കുമാർ ആണ്. പലതവണ ചോദിച്ചിട്ടുള്ളതാണ്. രാജീവ് കുമാർ ആണ് 25ാമത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. ഇനി ആദ്യത്തതും സ്ഥിരമായിട്ട് നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ടാവും. അതാരാ? സുകുമാർ സെൻ ആണ്. ആരാണ്? ഇന്ത്യയിലെ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാ? സുകുമാർ സെൻ. ഇപ്പൊ ആരാ? രാജീവ് കുമാർ ആണ്. ഇനി ഇത് എന്ന് പറയുന്നത് ഈ ചീഫ് ഇലക്ടറൽ, എപ്പോഴും എല്ലാവർക്കും ഡൗട്ട് ഉള്ള ഒരു കാര്യമാണ്. കേരളത്തിലെ ചീഫ് ഇലക്ടറൽ ഓഫീസർ, കേരളത്തിലെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ, ഇത് രണ്ടും ഒന്നാണോ? എന്താ ഇത് 2 ആൾക്കാരുടെ പേരും വരുന്നുണ്ടല്ലോ എന്നുള്ളൊരു സംശയം എപ്പോഴും തോന്നുന്നതാണ്. അതായത് ചീഫ് ഇലക്ടറൽ ഓഫീസർ എന്ന് പറയുന്നത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ത് ചെയ്യുന്നതാണ്? സംസ്ഥാനങ്ങളിലുള്ള തെരഞ്ഞെടുപ്പുകൾക്ക് മേൽനോട്ടം വഹിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയമിക്കുന്നത്. ഇതിന്റെ അണ്ടറിൽ വരുന്നതാണ് ചീഫ് ഇലക്ടറൽ ഓഫീസർ എന്ന് പറയുന്നത്. പിന്നെയോ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇവിടുത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് നടത്താൻ വേണ്ടിയിട്ടാണ് എന്തുള്ളത്? നമ്മുടെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉള്ളത്. അതായത് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഒഴിച്ച് ബാക്കിയെല്ലാം നടത്തും. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് എന്ത് ചെയ്യുന്നത്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടത്തുന്നത്. അപ്പം ഈ ചീഫ് ഇലക്ടറൽ ഓഫീസറെ ആരുടെ അണ്ടറിൽ വരുന്നതാ? കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അണ്ടറിൽ വരുന്നതാണ്. സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പുകൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്? അതായത് ബാക്കി ഇലക്ഷനുകളിലേക്കുള്ള നേതൃത്വം വഹിക്കാൻ വേണ്ടിയിട്ട്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏത് തെരഞ്ഞെടുപ്പിന് മാത്രമേ മേൽനോട്ടം വഹിക്കുന്നുള്ളൂ? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് മാത്രമേ നേതൃത്വം വഹിക്കുന്നുള്ളൂ. ഓക്കെ.
അപ്പം നമ്മൾ പറഞ്ഞു കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാ നിലവില്, ആരാ രാജീവ് കുമാറാ, ആദ്യം ആരാ, അത് സുകുമാർ സെൻ ആണ്. ഇനിയോ ചീഫ് ഇലക്ട്രൽ ഓഫീസർ നമുക്ക് നിലവിലുള്ളത് മാത്രം പഠിച്ചാൽ മതി, അതാരാ, സഞ്ജയ് കൗളാണ്. ആരാണ്? സഞ്ജയ് കൗളാണ്. നിലവിലെ ചീഫ് ഇലക്ട്രൽ ഓഫീസർ ആരാണ്? അത് സഞ്ജയ് കൗളാണ്. ഇനിയോ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ നിലവിൽ ആരാ? എ ഷാജഹാൻ ആണ്. ഇതും എന്ത് ചെയ്തിട്ടുള്ളതാ, PSC ചോദിച്ചിട്ടുള്ളതാണ്. ആരാണ്? എ ഷാജഹാൻ ആണ്. ആദ്യത്തത് MSK രാമസ്വാമിയാണ്. ആദ്യത്തത് ആരാ? MSK രാമസ്വാമിയാണ്. നിലവിൽ ആരാണ്? എ ഷാജഹാൻ ആണ്. അപ്പൊ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ ആണ്, ചീഫ് ഇലക്ട്രൽ ഓഫീസർ സഞ്ജയ് കൗൾ ആണ്. നിലവിലാണ് കേട്ടോ നമ്മൾ പറയുന്നത്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ നിലവിൽ ആരാണ്? എ ഷാജഹാൻ ആണ്. ഇനി യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ UPSC PSC നമുക്ക് പഠിക്കണം അല്ലെ. UPSC നിലവിൽ ആരാ? സോണി. ഏത് സോണി? മനോജ് സോണിയാണ്. UPSCയുടെ നിലവിലെ ചെയർമാൻ ആരാ? മനോജ് സോണിയാണ്. നിലവിലുള്ളതിന് കുറച്ച് ഫോക്കസ് ചെയ്ത് തന്നെ പഠിക്കാം കേട്ടോ, കുറച്ച് സ്ട്രെസ് ചെയ്ത് പഠിക്കാം. ഇനി ആദ്യം സർ റോസ് ബാർക്കർ ആയിരുന്നു, പക്ഷെ ഇന്ത്യക്കാരനായിട്ടുള്ള ആദ്യത്തെ നമ്മുടെ UPSC ചെയർമാൻ ആരാ? അത് HK കൃപലാനിയാണ്. HK കൃപലാനിയാണ്. നമുക്ക് നിലവിലുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് അല്ലെ. അതാരാ? മനോജ് സോണിയാണ്. എന്ത് സോണിയാണ്? മനോജ് സോണിയാണ് നിലവിലെ UPSC ചെയർമാൻ എന്ന് പറയുന്നത്. PSC ചെയർമാനെ നമുക്ക് ഓർക്കാതിരിക്കാൻ പറ്റുമോ അല്ലെ? ആരാ? ഡോക്ടർ MR ബൈജു ആണ്. ആരാണ്? ഡോക്ടർ MR ബൈജു ആണ് എന്നു പറയുന്നത് നിലവിലെ കേരള PSC ചെയർമാൻ എന്ന് പറയുന്നത്. ആദ്യത്തേതാരാ? VK വേലായുധൻ. ആദ്യത്തേതാരാ? VK വേലായുധൻ. ദെൻ കേന്ദ്ര ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ഈ അടുത്ത് പുതിയത് വന്നിട്ടുള്ളതാണ് അല്ലെ. 16ാമത്തെ ധനകാര്യ കമ്മീഷൻ ആണ് അല്ലെ. ആരാണ്? അരവിന്ദ് പനഗരിയ. അപ്പൊ തൊട്ട് മുന്നത്തെ ആളും എന്ത് ചെയ്യാം, PSC ചോദിക്കാം, കാരണം ഇപ്പൊ അടുത്ത് മാറിയിട്ടുള്ളതാ. അപ്പൊ എന്ത് ചെയ്യാ, തൊട്ട് മുന്നത്തെ ആളെ നിങ്ങൾ കണ്ടുപിടിച്ച്, നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലെ, കമന്റ് ചെയ്യുക. അറിയുന്നവർ എന്ത് ചെയ്യുക, അറിയാത്തവർക്ക് കമന്റിൽ പറഞ്ഞു കൊടുക്കുക കേട്ടോ. ഓക്കെ, അപ്പം കേന്ദ്ര ധനകാര്യ കമ്മീഷൻ ചെയർമാൻ നിലവിൽ ആരാ? അരവിന്ദ് പനഗരിയാണ്. ഈ അരവിന്ദ് പനഗരിയുടെ പേര് എവിടെയോ കേട്ടിട്ടുണ്ടാവല്ലോ, അതെവിടാ ഒന്നും അന്വേഷിച്ച് വെക്കുക. ഓക്കെ, ഇനി ആദ്യത്തെ ആളെ ചോദിച്ചിട്ടുണ്ട്, ആരാ? KC നിയോഗിയാണ്. അപ്പൊ കേന്ദ്ര ധനകാര്യ കമ്മീഷൻ ചെയർമാൻ നിലവിൽ ആരാ? അരവിന്ദ് പനഗരിയാണ്. ആദ്യമാരാ? KC നിയോഗിയാണ്. ഇനിയോ സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ചെയർമാൻ 16ാമത്തെയാണ് അല്ലെ. ആരാ? SM വിജയാനന്ദാണ്. അപ്പൊ നിലവിലെ സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ആരാ? SM വിജയാനന്ദ. എന്ത് വിജയാനന്ദ? SM വിജയാനന്ദാണ്. PM എബ്രഹാം ആയിരുന്നു ആദ്യം എന്ന് പറയുന്നത്. അപ്പൊ നിലവിലുള്ള നമുക്ക് ഒന്നുകൂടെ പറഞ്ഞു നോക്കിയാലോ. UPSC ചെയർമാൻ നിലവിൽ ആരാ? മനോജ് സോണിയാണ്. PSC ചെയർമാൻ ആരാ? ഡോക്ടർ MR ബൈജു ആണ്. പിന്നെ നമ്മൾ എന്താ പറഞ്ഞത്? ധനകാര്യ കമ്മീഷൻ ചെയർമാൻ അല്ലെ, കേന്ദ്ര ധനകാര്യ കമ്മീഷൻ ചെയർമാൻ നിലവിൽ ആരാ? അരവിന്ദ് പനഗരിയാണ്. പിന്നെയോ സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ചെയർമാൻ നിലവിൽ ആരാ? SM വിജയാനന്ദാണ്. ഇനി പട്ടികജാതി, പട്ടികവർഗം, പിന്നാക്ക വിഭാഗം, ഭാഷാ ന്യൂനപക്ഷ കമ്മീഷനൊക്കെ നമുക്ക് പഠിക്കണം അല്ലെ. പട്ടികജാതി കമ്മീഷൻ വിജയ് സമ്പ്ല ആയിരുന്നു, പക്ഷെ അദ്ദേഹം എന്ത് ചെയ്തു? രാജിവെച്ചു. ആ പോസ്റ്റ് വേക്കൻഡാ. പട്ടികവർഗ കമ്മീഷനും എന്താണ്? വേക്കൻഡ് ആണ്. ഹർഷ് ചൗഹാൻ ആയിരുന്നു, അതും എന്ത് ചെയ്തിട്ടുണ്ട്? രാജിവെച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യണ്ട, പഠിക്കേണ്ട കാര്യമില്ല, വേക്കൻഡ് ആണ്. പക്ഷെ എന്ത് ചെയ്യണം, ആ രാജിവെച്ച് പോയ ആൾക്കാരെ പേര് എന്ത് ചെയ്യണം? പഠിക്കണം. ചിലപ്പോൾ PSC എന്ത് ചെയ്യും, അത് നിലവിൽ ആരാണെന്ന് ചോദിച്ചിട്ട് ചിലപ്പം എന്ത് ചെയ്യും? കൊടുക്കും. അപ്പം ഇവരെ പേരുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ഇവരെ പേര് എടുത്തേ പറ്റുള്ളൂ, പുതിയ ആള് വന്നിട്ടില്ലെങ്കിൽ. ഓക്കെ, അപ്പം പട്ടികജാതി കമ്മീഷൻ തൊട്ട് മുൻപ് ആരായിരുന്നു എന്ന് പഠിച്ചാൽ മതി. ആരാ? വിജയ് സമ്പ്ലയാണ്. ഇതാണ് മാറിപ്പോവാ. പട്ടികജാതി കമ്മീഷൻ വിജയ് സമ്പ്ലയാണ്. ഓക്കെ, പിന്നെയോ പട്ടികവർഗ കമ്മീഷൻ ഹർഷ് ചൗഹാൻ. വേണമെങ്കിൽ നമുക്ക് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാതിരിക്കാതിരിക്കാം. വിജയ് ഒരു ജാതി സ്വഭാവമാണെന്നൊക്കെ നമ്മൾ പറയില്ലേ, ജാതി സ്വഭാവം എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതുപോലെ വിജയ് ഒരു ജാതി എന്ന് ആലോചിക്കുക. അപ്പൊ വിജയ് സമ്പ്ല എന്നുള്ള പേര് നമുക്ക് കിട്ടും. അതുപോലെ പട്ടികജാതി കമ്മീഷന്റെയും പട്ടികവർഗ കമ്മീഷന്റെയും ആദ്യത്തെ ചെയർമാൻമാരെ പലതവണ ചോദിച്ചിട്ടുള്ളതാണ്. പട്ടികജാതി കമ്മീഷന്റെ ആദ്യ ചെയർമാൻ ആരാ? സൂരജ് ബാൻ ആണ്. പട്ടികജാതി കമ്മീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ SC കമ്മീഷൻ ആണ്. ആരാ ചെയർമാന്? ആദ്യം സൂരജ് ബാന. ഇപ്പൊ ആരാ?
വിജയ് സമ്പ്ല രാജിവെച്ചു, പോസ്റ്റ് വേക്കന്റാ. ഇനിയോ പട്ടികവർഗ കമ്മീഷൻ പോസ്റ്റും വേക്കന്റ് ആണ് അല്ലെ. ആരാ? ഹർഷ് ചൗഹാൻ ആണ് രാജിവെച്ചത്. ആദ്യത്തേത് ആരാ? കൻവർ സിംഗ്. അത് നമുക്ക് ഇങ്ങനെ വർഗ കൻവർ ഒരു നല്ല നമുക്ക് ഇങ്ങനെ എന്ത് ചെയ്യാ പ്രാസ് ഒപ്പിച്ച് പറയാൻ പറ്റും അല്ലെ. പട്ടികവർഗം വർഗം കൻവർ വർഗം കൻവർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോതിരിക്കാൻ അങ്ങനെ പറഞ്ഞാൽ മതി. വർഗം കൻവർ എന്ന് ആലോചിച്ചാൽ മതി. അപ്പൊ പട്ടികജാതി കമ്മീഷന്റെ ആദ്യത്തേത് ആരാ? സൂരജ് ബാനാണ്. പട്ടികവർഗം ആരാ? അത് കൻവർ സിംഗ് ആണ്. ഓക്കെ. ഇനി പിന്നാക്ക വിഭാഗ കമ്മീഷൻ ആരാ? ഹൻസ്രാജ് ഗംഗാറാം ആഹിർ ആണ്. ആരാണ്? ഹൻസ്രാജ് ഗംഗാറാം ആഹിർ ആണ് ഇപ്പോഴത്തെ. ആദ്യത്തേത് ആരാ? RN പ്രസാദ് ആണ്. ആദ്യത്തെ ആരാ? RN പ്രസാദ. ഭാഷാ ന്യൂനപക്ഷ കമ്മീഷന്റേത് കമ്മീഷണർ ആരാ ഇപ്പൊ നിലവില്? ശ്രീനിവാസ് ദണ്ഡയാണ്. ആരാണ്? ശ്രീനിവാസ് ദണ്ഡയാണ്. നമുക്ക് നിലവിലുള്ളത് പഠിച്ചാൽ മതി. അപ്പൊ നമുക്ക് നിലവിലുള്ളത് ഒന്നുകൂടെ പറയാം. പട്ടികജാതി കമ്മീഷനും പട്ടികവർഗ കമ്മീഷനും നമ്മൾ പറഞ്ഞു വേക്കന്റ് ആണ്. പക്ഷെ ആ രാജിവെച്ച ആളെ പോയ പേര് നമുക്ക് പഠിക്കാം. പട്ടികജാതി കമ്മീഷൻ വിജയ് ഒരു ജാതി സ്വഭാവം അപ്പൊ അല്ലെ വിജയ് സമ്പ്ലയാണ്. പട്ടിക വർഗാണെങ്കിലോ നമ്മുടെ ഹർഷ് ചൗഹാൻ ആണ്. പിന്നാക്ക വിഭാഗം ഹൻസ്രാജ് ഗംഗാറാം ആഹിർ ആണ്. അതുപോലെ ഭാഷാ ന്യൂനപക്ഷ കമ്മീഷണർ ആരാണ്? ശ്രീനിവാസ ദണ്ഡയാണ്. ദണ്ഡ. ഓക്കെ. ഇനി നമ്മുടെ CAG AG പോസ്റ്റുകളൊക്കെ ഉണ്ട് അല്ലെ. അറ്റോർണി ജനറൽ ഒക്കെ ഉണ്ട്. നമുക്ക് പഠിക്കാം. CAG എന്ന് വെച്ചാൽ കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ ആണ് അല്ലെ. അപ്പം ആരാണത്? ഗിരീഷ് ചന്ദ്ര മുർമു ആണ്. ഗിരീഷ് ചന്ദ്ര മുർമു ആണ് നമ്മുടെ ഇപ്പോഴത്തെ മുർമു ആണ് നമ്മുടെ ഇപ്പോഴത്തെ CAG. മുർമു നമ്മുടെ CAG ആണ് എന്ന് ആലോചിക്കുക. ആദ്യം ആരായിരുന്നു? വി നരഹരി റാവു ആണ്. ആദ്യം ആരായിരുന്നു? വി നരഹരി റാവു. ഇനി നമ്മുടെ അറ്റോർണി ജനറൽ ആരാണ്? നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന നിയമോദ്യോഗസ്ഥൻ ആരാണ്? അത് അറ്റോർണി ജനറൽ ആണ്. R വെങ്കിട്ടരമണിയാണ് ഇപ്പോഴത്തെ അറ്റോർണി ജനറൽ. ഇപ്പോഴത്തെ CAG ആരാ? ഗിരീഷ് ചന്ദ്ര മുർമു. ഇപ്പോഴത്തെ അറ്റോർണി ജനറൽ ആരാ? അത് നമ്മുടെ R വെങ്കിട്ടരമണിയാണ്. ആദ്യം MC സദൽവാദ് ആണ്. ആദ്യത്തെ അറ്റോർണി ജനറൽ ആരാ? MC സദൽവാദ് ആണ്. ഇനി സോളിസിറ്റർ ജനറൽ എന്ന് പറഞ്ഞ ഒരു പോസ്റ്റ് ശരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭരണഘടനാ സ്ഥാപനമല്ല. അതെന്ന് പറയുന്നത് അറ്റോർണി ജനറലിനെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള ഉദ്യോഗസ്ഥനാണ്. ആരെന്ന് പറയുന്നത്? ഈ സോളിസിറ്റർ ജനറൽ എന്ന് പറയുന്നത്. ഈ സോളിസിറ്റർ ജനറൽ എന്തല്ല? ഒരു ഭരണഘടനാ സ്ഥാപനമല്ല. അപ്പൊ സോളിസിറ്റർ ജനറൽ നിലവിൽ ആരാ? അത് തുഷാർ മേത്തയാണ്. ആദ്യത്തെ ആളാരാ? CK ഡഫ്താരി ആണ്. അപ്പൊ സോളിസിറ്റർ ജനറൽ ഒരു ഭരണഘടനാ സ്ഥാപനം അല്ല എന്ന് മനസ്സിലാക്കുക. അറ്റോർണി ജനറലിനെ സഹായിക്കാനുള്ള ഉദ്യോഗസ്ഥനാണ്. അപ്പൊ നിലവിലുള്ള സോളിസിറ്റർ ജനറൽ ആരാ? അത് തുഷാർ മേത്തയാണ്. ആദ്യത്തത് CK ഡഫ്താരിയാണ്. ഇനിയോ അഡ്വക്കേറ്റ് ജനറൽ ആരാന്ന്? അഡ്വക്കേറ്റ് ജനറൽ ആരാ പോസ്റ്റ് എന്ന് വെച്ചാൽ എന്താ? സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന നിയമോദ്യോഗസ്ഥൻ ആരാ? അത് അഡ്വക്കേറ്റ് ജനറൽ ആണ്. അത് നിലവിൽ ആരാ? K ഗോപാലകൃഷ്ണക്കുറുപ്പ. ആദ്യം ആരായിരുന്നു? KV സൂര്യനാരായണ അയ്യരായിരുന്നു. നമുക്കൊന്ന് പറഞ്ഞു നോക്കിയാലോ. CAG കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഇപ്പത്തെ നമുക്കൊന്ന് പറഞ്ഞു നോക്കിയാൽ മതി. ഗിരീഷ് ചന്ദ്ര മുർമു ആണ് അല്ലെ. പിന്നെ നമ്മൾ ആരാ പറഞ്ഞത്? അറ്റോർണി ജനറൽ ആരാ? എന്തോ ഒരു വെങ്കിട്ടരമണിയാ അല്ലെ. ഏത് വെങ്കിട്ടരമണിയാ? R വെങ്കിട്ടരമണി. ഇനി സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത. പിന്നെ അഡ്വക്കേറ്റ് ജനറൽ ആണ് അല്ലെ. അത് K ഗോപാലകൃഷ്ണ കുറുപ്പാണ്. അപ്പം ഇത് കുറേ ഉണ്ടല്ലോ എന്നൊക്കെ ആലോചിക്കും. പക്ഷെ നിങ്ങൾക്ക് ഇത് വേർത്താണ്. നിങ്ങളിത് പഠിക്കുന്നതും കാണുന്നതും അത്രയധികം ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഏരിയ ആണ്. അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂഷൻ ആയി പോകുന്ന ഏരിയ ആണ്. ഇത് കൃത്യമായിട്ട് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ മതി. ഓക്കെ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ് നോക്കാം. സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ഇപ്പോഴും ആര്യന്യ അരുൺകുമാർ മിശ്ര. നമ്മൾ കുറെ കാലമായിട്ട് ഇങ്ങനെ അരുൺകുമാർ മിശ്ര എന്ന് പഠിക്കുന്ന. ആദ്യം ആരാ? രംഗനാഥ മിശ്ര. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാതെ രംഗനാഥ എന്നൊക്കെ പറയുമ്പോൾ പഴയ ഒരു പേരല്ലേ. പക്ഷെ അരുണൊക്കെ പിന്നെയും കുറച്ച് നമുക്ക് ഇപ്പൊ കാണുന്നത് ഇപ്പൊ അല്ല കുറെ കാലമായിട്ടുള്ളതാണ് എന്നാലും. അപ്പം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ നിലവിലാരാ? അരുൺകുമാർ മിശ്ര. പണ്ട് ആദ്യ രംഗനാഥ മിശ്രയാണ്. ഇനി സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനോ ആരാ നിലവില്? S മണികുമാർ ആണ്. ഇപ്പൊ നിങ്ങൾ വേറെ പല പേരുകളൊക്കെ ആയിട്ട് ചിലരൊക്കെ കൺഫ്യൂഷൻ ആയി ചോദിക്കുന്നതാണ്. ഹക്കിമിന്റെ പേരൊക്കെ ഇല്ല. S മണികുമാർ ആണ്. ദെൻ ജസ്റ്റിസ് MM പരീത് പിള്ളയായിരുന്നു എന്ത്? ആദ്യത്തെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ. പിന്നെയോ ദേശീയ വിവരാവകാശം നമ്മൾ എപ്പോഴും ഒന്നിച്ച് പഠിക്കുന്നേ അല്ലെ. അപ്പൊ വിവരാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാ?
ഹീരലാൽ സമരിയാണ് നിലവിൽ. ഹീരലാൽ സമരിയാണ് നിലവില്. ആദ്യം ആരായിരുന്നു? വജാഹത്ത് ഹബീബുള്ളയായിരുന്നു. ഓക്കെ, ആരായിരുന്നു? വജാഹത്ത് ഹബീബുള്ള. നമുക്ക് സംസ്ഥാനത്തിലോട്ട് വരണം. സംസ്ഥാനത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ നിലവിലാരാ? വിശ്വാസ് മേത്തയാണ് അല്ലെ. നമുക്ക് അതായത് വിശ്വാസയോഗ്യമായ വിവരങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ എവിടെ പോകുന്നത്? വിവരാവകാശ കമ്മീഷൻ വഴി പോകുന്നത് അല്ലെ. അപ്പോഴോ വിശ്വാസ് മേത്ത വിവരാവകാശ കമ്മീഷൻ. അത് പിന്നെ നമുക്ക് ഒരു ഡൗട്ടും വരൂല. ആദ്യത്തത് ആരായിരുന്നു? പാലാട്ട് മോഹൻദാസ്. ഇതൊക്കെ ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ്. ഓക്കെ, അപ്പം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ നിലവിൽ ആരാണ്? അരുൺകുമാർ മിശ്രയ. ആദ്യം ആരായിരുന്നു? രംഗനാഥ മിശ്ര. ഇനി സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ അല്ലെ ആരാ? എസ് മണികുമാർ അല്ലെ. ആദ്യമോ ജസ്റ്റിസ് MM പരീത് പിള്ള. ഇനി കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ ചെയർമാൻ അല്ലെ ഇപ്പൊ ആരാ? ഹീരലാൽ സമരിയാണ് അല്ലെ. ആദ്യത്തത് വജാഹത്ത് ഹബീബുള്ള. ആരാ? വജാഹത്ത് ഹബീബുള്ള. നമ്മൾ സംസ്ഥാനത്തിലോട്ട് വരുമ്പോ നിലവിൽ ആരാ? വിശ്വാസമുള്ള ഒരാളാ അല്ലെ. വിശ്വാസ് മേത്തയാണ്. പേര് തന്നെ അങ്ങോട്ട് വിശ്വാസം ഉണ്ട് അല്ലെ. ആദ്യത്തെ സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാ? നമ്മുടെ പാലാട്ട് മോഹൻദാസ്. ഇനി ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ ചോദിച്ചതാണ് നിലവിൽ രേഖാ ശർമ്മയാണ്. ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ ആരാ? രേഖാ ശർമ്മയ. ആദ്യം ജയന്തി പട്നായിക്. അതും ചോദിച്ചതാണ്. ജയന്തി പട്നായിക്. ഇനിയോ സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ നിലവിലാരാ? പി സതീദേവി. ആദ്യത്തതും ചോദിച്ചതാണ്. സുഗതകുമാരിയാണ്. നമ്മുടെ കവയത്രി ആയിട്ടുള്ള സുഗതകുമാരിയാണ്. ദേശീയ ബാലാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ആരാ നിലവിൽ? പ്രിയങ്ക് കനുങ്കോ. ആദ്യത്തതാരാ? ശാന്താ സിൻഹ. ഇനി സംസ്ഥാന അങ്ങനെ നമുക്ക് കേന്ദ്രം മാത്രം പറഞ്ഞു പോകാൻ പറ്റുമോ? ഇല്ല അല്ലെ. സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ആരാ? നിലവിൽ KV മനോജ് കുമാറാണ്. ആദ്യത്തത് ശ്രീമതി നീല ഗംഗാധരനാണ്. അപ്പൊ നമുക്ക് ഒന്നുകൂടെ പറഞ്ഞു നോക്കിയാലോ. ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ നിലവിലാരാ? രേഖാ ശർമ്മ. ആദ്യ ആരാ? ജയന്തി പട്നായിക് അല്ലെ. ഇനിയോ സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ നിലവിലാരാ? പി സതീദേവി. ആദ്യം നമ്മുടെ കവയത്രി സുഗതകുമാരി. ഇനി ദേശീയ ബാലാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ നിലവിലാരാ? പ്രിയങ്ക് കനുങ്കോ. ആദ്യം ശാന്താ സിൻഹ. ഇനി സംസ്ഥാനത്തോട്ട് വരുമ്പോ ബാലാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ നിലവിലാരാ? KV മനോജ് കുമാർ ആണ്. ആദ്യത്തതോ നീല ഗംഗാധരനാണ് അല്ലെ. നീല ഗംഗാധരൻ. ഓക്കെ, ഇനി നമുക്ക് ജസ്റ്റ് ലോക്പാലും ലോകായുക്തയും വിജിലൻസ് കമ്മീഷണറും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കഴിഞ്ഞു അല്ലെ. ലോക്പാൽ ആരാ? ലോക്പാൽ ജസ്റ്റിസ് പ്രദീപ് കുമാർ മൊഹന്തിയാണ് നിലവിലെ ലോക്പാൽ എന്ന് പറയുന്നത് അല്ലെ. ദേശീയ തലത്തിൽ അഴിമതി തടയുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ലോക്പാൽ രൂപീകരിച്ചിട്ടുള്ളത് അല്ലെ. ഇനിയോ ആദ്യത്തത് നമ്മൾ പറഞ്ഞു, നിലവിലുള്ളത് നമ്മൾ പറഞ്ഞു ജസ്റ്റിസ് പ്രദീപ് കുമാർ മൊഹന്തിയാണ്. ആദ്യത്തെ ലോക്പാൽ ആരാ? ജസ്റ്റിസ് പിനാക്കി ചന്ദ്രഘോഷ. എന്താ? ജസ്റ്റിസ് പിനാക്കി ചന്ദ്രഘോഷാണ്. നിലവിലാരാ? ജസ്റ്റിസ് പ്രദീപ് കുമാർ മൊഹന്തിയാണ്. ഇനി കേരള ലോകായുക്ത നിലവിലാരാ? ജസ്റ്റിസ് സിറിയക് ജോസഫ് ആണ്. നിലവിലെ ലോകായുക്ത ജസ്റ്റിസ് സിറിയക് ജോസഫ് ആണ്. ആദ്യത്തത് ജസ്റ്റിസ് PC ബാലകൃഷ്ണ മേനോനാണ്. ഇനി കേന്ദ്ര വിജിലൻസ് കമ്മീഷണർ ആരാ? അത് പ്രവീൺ കുമാർ ശ്രീവാസ്തവയാണ്. നിലവിലാരാ? പ്രവീൺ കുമാർ ശ്രീവാസ്തവ. ആദ്യം നിട്ടൂർ ശ്രീനിവാസ റാവു ആണ്. ആദ്യത്തത് നിട്ടൂർ ശ്രീനിവാസ റാവു. ഓരോന്നും നമ്മൾ പലതവണ എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞതുകൊണ്ട് തന്നെ എല്ലാം കൂടെ ഇനി ഒന്നുകൂടെ പറഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നില്ല? ബോറടിപ്പിക്കുന്നില്ല. നിങ്ങൾക്ക് വീണ്ടും റെക്കോർഡ് ക്ലാസ്സുകൾ കാണാനാവുന്നതാണ്. അപ്പൊ നമ്മൾ എന്തൊക്കെ പറഞ്ഞിട്ടു? നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി, അതുപോലെ രാജ്യസഭ, ലോകസഭയിലെ പ്രധാനപ്പെട്ട കീ പൊസിഷൻസ് പറഞ്ഞു. തെരഞ്ഞെടുപ്പ് നമ്മൾ പിന്നെ ഭരണഘടനാ സ്ഥാപനങ്ങൾ പറഞ്ഞു, സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ് പറഞ്ഞു അല്ലെ. എല്ലാം നമ്മൾ പഠിച്ചു. അപ്പൊ എന്ത് ചെയ്യുക? വീണ്ടും ഞാൻ പറയുന്നു, നിങ്ങൾക്ക് എന്ത് ചെയ്യുക? ജസ്റ്റ് വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ രാത്രിയൊക്കെ ഒന്ന് ജസ്റ്റ് പ്ലേ ചെയ്തിട്ടിട്ട് എന്ത് ചെയ്യാം?
ഇതിങ്ങനെ പറഞ്ഞ് എന്നെ പഠിക്കണം. അതോടൊപ്പം തന്നെ വരുന്ന മാറ്റങ്ങൾ എന്ത് ചെയ്യരുത്, അറിയാതെ പോവരുത്. ജസ്റ്റ് ഇത് ഒരു തവണ കേട്ട് അങ്ങോട്ട് ഇട്ടേക്കരുത്. നോട്ട് എഴുതി വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ന്യൂസ് പേപ്പർ വായിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കറണ്ട് അഫയേഴ്സ് ഫോളോ ചെയ്യുന്ന സമയത്ത് മാറ്റം വരുമ്പോൾ അവിടെ എന്ത് ചെയ്യുക, കുറച്ച് സ്പേസ് ഇട്ടിട്ട് വേണം ഇത് എഴുതാൻ. എപ്പോഴും ഇങ്ങനത്തെ പദവികളിൽ ഇരിക്കുന്ന ആൾക്കാരുടെ പേര് എഴുതുന്ന സമയത്ത് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ചെറിയ 1-2 വരികൾ വിട്ട് മാത്രം എഴുതുക. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഉപകാരം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്നത് അതിന്റെ താഴെ തന്നെ എഴുതിയാൽ മതി. അപ്പൊ നമുക്ക് തൊട്ട് മുന്നത്തെ ആളും ഇപ്പോഴത്തെ ആളും ഒക്കെ കൃത്യമായിട്ടുള്ള ധാരണ ഉണ്ടാവും. ഇനിയുള്ള എക്സാമുകൾക്ക് നമുക്ക് അവിടെ ഇവിടെയും കിട്ടുന്ന കുറച്ച് പൊടിപ്പും തൊങ്ങലും വെച്ച സാധനം മാത്രം കൊണ്ടോ അല്ലെങ്കിൽ ഒരു പേരിന്റെ അറ്റവും കൊണ്ട് പോയിട്ടോ കാര്യമില്ല. കൃത്യമായിട്ട് പഠിക്കുന്ന പേരുകളാണ് എന്നുണ്ടെങ്കിലും എന്താണെന്നുണ്ടെങ്കിലും അത് വൃത്തിക്ക് പഠിക്കുന്ന സാധനം എല്ലാം കൂടെ പഠിച്ചിട്ടില്ലെങ്കിലും പഠിക്കുന്ന സാധനം വൃത്തിക്ക് പഠിച്ചു പോകുന്നവർക്ക് മാത്രമേ ഇന്നത്തെ PSC എക്സാമുകളിൽ സ്ഥാനമുള്ളൂ, ലിസ്റ്റുകളിലും സ്ഥാനമുള്ളൂ, ജോലിയും കിട്ടുള്ളൂ. ഓക്കെ, അപ്പം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ നിങ്ങളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ചിട്ട് വരിക. ഓക്കെ, അപ്പോൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ കമന്റ് നിങ്ങളുടെ ഫീഡ്ബാക്കുകളൊക്കെ പറയാം. ഓക്കെ, അപ്പോൾ മറ്റൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.